നമസ്കാരം. പാലക്കാട് നിന്നും അട്ടിമറിയുടെ വാർത്ത പുറത്തു വരുന്നു. പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് അട്ടിമറി. UDF സ്ഥാനാർത്ഥി നഗരസഭയിൽ 3-ാം റൗണ്ടിൽ തന്നെ ലീഡ് പിടിച്ചിരിക്കുകയാണ്. വളരെ നിർണായകമായ വാർത്തയാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നേടിയിരിക്കുന്നു പാലക്കാട് എന്ന വാർത്ത പുറത്തു വരുന്നു. BJP പിന്നിലായിരിക്കുന്നു. 3 റൗണ്ട് പൂർത്തിയായപ്പോൾ 1228 വോട്ടിലധികം ലീഡാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിക്കുള്ളത്. 3-ാം റൗണ്ടിൽ 1986 വോട്ടിന്റെ ലീഡ് ഉയർത്തി UDF സ്ഥാനാർത്ഥി മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റൗണ്ട് 1-ലെയും 2-ലെയും 3-ലെയും കണക്കുകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. റൗണ്ട് 1-ൽ BJPക്ക് 4127 വോട്ടും LDFന് 2128 വോട്ടുമായിരുന്നു. UDFന് 3011 ആയിരുന്നു. അവിടെ ലീഡ് BJPക്കായിരുന്നു റൗണ്ട് 1-ൽ ഉണ്ടായിരുന്നത്. റൗണ്ട് 2-ലേക്ക് വരികയാണെങ്കിൽ BJP 3442ഉം LDF 1993ഉം UDF 3700 വോട്ടുകളുമായിരുന്നു. അവിടെ ലീഡ് UDFനായിരുന്നു. 258 വോട്ടിന്റെ ലീഡായിരുന്നു ഉണ്ടായിരുന്നത്. റൗണ്ട് 3-ലേക്ക് വരികയാണെങ്കിൽ BJP 3531 വോട്ടും LDF 2617 വോട്ടും UDF 5517 വോട്ടുമാണ്. അവിടെ UDFന്റെ ലീഡ് 1986 വോട്ടിന്റെ ലീഡ്. അവിടെ UDFനാണ് ലീഡ് കിട്ടുന്നത്. 3-ാം റൗണ്ട് എത്തുമ്പോഴേക്കും പാലക്കാട് വളരെ നിർണായകമായിട്ടുള്ള വാർത്ത പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. UDFന്റെ ചിട്ടയായ പ്രവർത്തനം എന്തായാലും UDF ക്യാമ്പ് ആഹ്ലാദത്തിലാണ്. ലീഡ് പിടിച്ചതിന്റെ ആഹ്ലാദത്തിലാണ്. BJP പിന്നോട്ട് പോയിരിക്കുന്നു. BJPക്ക് 1-ാം റൗണ്ടിലും 2-ാം റൗണ്ടിലും ഒക്കെ വളരെ വലിയ വോട്ടിന്റെ കുറവാണ് ഉണ്ടായത്. ഇത് മൊത്തത്തിൽ BJP ക്യാമ്പിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. സരിനും പാലക്കാട് നഗരസഭയിൽ അടക്കം സുപ്രധാനമായ പല ബൂത്തുകളിലും വോട്ട് നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പാലക്കാട് നിന്നും അട്ടിമറിയുടെ വാർത്ത പുറത്തു വരുന്നു. ഈ മണിക്കൂറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് പിടിച്ചിരിക്കുന്നു.